ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെവിടേക്കാണ് പോകുന്നതെന്നറിയോ? നമ്മൾ അഴുത്തല കാണാൻ പോകുന്നതാണ്. അഴുത്തലയിലേക്ക് പോയിട്ട് ഒരുപാട് നാളായി. കാണാനല്ല, കാണിക്കാൻ പോകുന്നതാണ്. ടേച്ചും വന്നിട്ട് ഇങ്ങോട്ടേക്കും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഒന്നാമത് മെയിൻ ചൂട് കാരണം, പിന്നെ വർക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അഴുത്തലയിൽ പോകാമെന്നും പറഞ്ഞ് റെഡിയായി വരുമ്പോഴേക്കും 5:30 കഴിഞ്ഞ്. അപ്പോൾ ഏകദേശം ഒന്ന് സൂര്യനൊക്കെ താഴ്ന്ന ശേഷമാണ് ഇറങ്ങിയത്. കണ്ട അഴുത്തലേൻ്റെ ഒരു ഭംഗിയില്ലേ, അത് എവിടെ പോയാലും ഈ ഒരു റൂട്ടിന് മുമ്പ് കിട്ടുന്ന ഭംഗി എവിടെയും കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ട സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അഴുത്തലേക്ക് വരുമ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ തന്നെ നടക്കുവാണെങ്കിൽ ഈ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കടപ്പുറത്തേക്ക് എത്താം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കണം. കാരണം സൈഡിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല, കല്ലിട്ട് തന്നെയാണ്. കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോയ കാല് തെറ്റി വെള്ളത്തിലൊക്കെ വീഴാനുള്ള ചാൻസും ഉണ്ട്. ഇതുവരെ അപകടങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ അഴുത്തല പോവാണ്. അപ്പോൾ അഴുത്തലേൻ്റെ ഭംഗി ഇതുവരെ പകർത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അഴുത്തല നാട് കാണാൻ വളരെ ഭംഗിയായിരിക്കും. ആ ഒരു സൂര്യനൊക്കെ അസ്തമിക്കുന്ന നേരമാണ്, ഭയങ്കര സൂപ്പറായിരിക്കും. അപ്പോൾ കുറേ ടൈം ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ച് ബീച്ചിലേക്ക് പോകാമെന്ന്. പ്ലാനിങ് ഉണ്ടായത് പുഴയിൽ പോകാനായിരുന്നു, പക്ഷെ പുഴയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങി. സമയം ഒരുപാടായി. അങ്ങനെ ഇതാ കുട്ടിപ്പട്ടാളങ്ങളും ചേട്ടനൊക്കെ പിറകെ വരുന്നുണ്ട്. ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ പുഴയിൽ ഇത്തിരി വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് പുഴയിൽ പോകാൻ പറ്റിയിട്ടില്ല. കുട്ടികളെല്ലാം കൂട്ടി പോകുന്ന ഇത്തിരി റിസ്ക് ആയതുകൊണ്ട് പോയിട്ടില്ല. ഹായ് ഡോർസേ. രാത്രി ആവുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ ഫോണിന്. ഇപ്പോൾ കത്തിച്ച് വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ കത്തീഷിൻ്റെ റിലേഷനുള്ളവരൊക്കെ കത്തീഷോട് ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല അവിടെ എത്തിയിട്ടെന്ന്. അപ്പോൾ കാര്യമായിട്ട് വീഡിയോസ് എടുക്കാനുള്ള കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ബീച്ചിലേക്ക് ഇങ്ങനെ വന്നതിൻ്റെ ഒരു വീഡിയോ പകർത്തിയെന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നമ്മൾ അഴുത്തല ബീച്ച് എൻ്റെ ഈ ചാനലിൽ ഇതുവരെ അഴുത്തല ബീച്ച് കാണിച്ചിട്ടില്ല. അങ്ങനെ അഴുത്തല ബീച്ച് പകർത്താമെന്ന് കരുതി. അങ്ങനെ ഇതാ ഒരുപാട് പേരുണ്ട്, എല്ലാവരും വന്നിട്ട് തിരിച്ച് പോവേനെ. ബീച്ച് ഒക്കെ ആയിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ട്. കടപ്പുറത്താണ്. പിന്നെ ബീച്ചിലാണ്, അഴുത്തല ബീച്ചില്. അഴുത്തല ബീച്ചിൽ പിന്നെ ഇവിടെ ഒരു കടപ്പുറം ഉണ്ട്. ഇവിടെ ഒരു കടപ്പുറം ഉണ്ട്. ഇവിടെ കടലും പുഴയും കാണാൻ വന്നേ. പിന്നെ ഐസ്ക്രീമിന്റെ പീടിയുണ്ട്. ഐസ്ക്രീമിന്റെ പീടിയുണ്ട്. പിന്നെ ചാനൽ ഇഷ്ടമായാല് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇതാ പിന്നെ ഇവിടെ ചൂണ്ടിടുന്ന ഒരുപാട് പേരുണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ അഴുത്തല ബീച്ച് എന്ന് പറയാൻ. നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ തന്നെ വരുവാണെങ്കിൽ, കപ്പപ്പുഴയിലൂടെ നടക്കുന്ന ഇത്തിരി റിസ്ക്കാണ്. പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ വരുവാണെങ്കിൽ ഈ കടലിനരികിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റൂല. കെട്ടിത്തരാം കേട്ടോ. കെട്ടിത്തരാല്ലേ, പിടിക്കുക. പിന്നെ അഴുത്തല ബീച്ചിനെ പറ്റി പറയുവാണെങ്കിൽ കുറച്ച് നാൾ ഇവിടെ നമ്മുടെ ചെറിയൊരു കച്ചവടമൊക്കെ ഉണ്ടായിന്. അത് കഴിഞ്ഞ് പിന്നെ കൊറോണ ഒക്കെ വന്നപ്പോൾ നിർത്തി വെച്ചതാണ്. പിന്നെ ഇവിടെ ഇത്തിരി വികസനം വന്നിട്ട് ഒന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഒരുപാട് പേര് ചൂണ്ടിടുന്നെല്ലാം കാണിച്ചു തരട്ടെ. വീടല്ല ഒരു കുട്ടിക്കുറമ വന്നിട്ട് ചോദിക്കുക ഇതെന്താന്ന്. അപ്പം ഇതണ്ട എന്ത് രസമായിക്കുക. അക്കരെയാണ് നമ്മുടെ ചെറുത്തൂര്. അക്കരെ എന്താ കേട്ടോ ബീച്ച്. അതിന് വരണ്ടേ മാവില കടപ്പുറം അല്ലേ. ആ കാണുന്ന മാവില കടപ്പുറം കേട്ടോ. ക്ലാരിറ്റി ഇല്ല, രാത്രി ആയേ. അക്കരെ ബീച്ച്. പുത്തോട്ടിലെ കട ഉണ്ടെങ്കിൽ വാങ്ങിക്കായിരുന്നു അല്ലേ. എന്തത് അതെന്താ സംഭവം? ലൈറ്റാ, സിഗ്നൽ അല്ലേ? സിഗ്നൽ അല്ലേ? ഇതിന്റെ എൻട്രി എന്നുള്ള സിഗ്നൽ അല്ലേ? അതുപോലെ അഴുത്തല നാട്ടിൽ ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കാണ്. കുറച്ച് നാളായിട്ട് ഇപ്പോൾ ടോവിനോൻ്റെ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായി. അതുപോലെ ചാക്കോച്ചൻ്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായി. പിന്നെ കീർത്തി സുരേഷിൻ്റെ ഒരു ഹിന്ദി ഫിലിമാണോ സീരിയലാണോ എന്നറിയില്ല, അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായി. അങ്ങനെ കുറച്ച് ഭയങ്കര തിരക്കിലാണ്, ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ് അഴുത്തല.
പിന്നെ വെള്ളത്തിലിറങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതൊരു കുഴിക്കടൽ എന്നെല്ലാം പറയാം. ഭയങ്കര ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അപ്പോൾ നാട്ടിലെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ കടൽ അതൊരു പരപ്പാണ്. അവിടെ നമുക്ക് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത് ഇങ്ങനെ നമ്മളെ വെള്ളം അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകേണ്ട ഒരു കുഴിയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ് ഇറങ്ങണ്ടാന്ന്, കളിക്കാനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കാല് കഴുകുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എപ്പോഴും ബീച്ചിൽ വരുന്നവർ ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അതെപ്പോഴും മെമ്മറിയിൽ അതൊരു ഓർമ്മയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ കുറേ ടൈമൊന്നും ഇരിക്കുന്നില്ല. എനിക്ക് ഇരുടുകുത്തുന്നോറും ഭയങ്കര പേടിയാണ്. ഒന്നാമത് പാമ്പുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാം. വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. ഞങ്ങൾ ഇഷ്ടമായാലും നല്ല നല്ല കമൻറ്റ്സ് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ.